പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്. കർത്താവിനെ ഓരോ ദിവസവും രുചിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിനെ നമ്മൾ കണ്ടാൽ പിന്നെ വേറെ ആരെയും കാണാനായിട്ട് ആഗ്രഹിക്കുകയില്ല. അതാ ഏറ്റവും വിലപ്പെട്ട കാര്യം. ഇന്നും അനേകർക്കും ഈ ലോകം നന്നായിട്ട് തോന്നാൻ കാരണം അവർ കർത്താവിനെ അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത് എന്തുവാ? ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിനെ നമ്മൾ അറിയുന്തോറും ഈ ലോകത്തെ നമ്മൾ വെറുക്കും. അല്ല, ഇയ്യോബ് എത്ര ഭക്തനായിരുന്നു. എന്നാൽ താൻ ദൈവത്തോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വെറുത്തുന്ന നമ്മൾ ഇയ്യോബ് 42-5-6 വാക്യത്തിൽ വായിക്കുന്നത്. അതായത് സത്യം പ്രിയമുള്ളവരെ. ഇന്നും ജനങ്ങൾ കർത്താവിനോട് അടുത്ത് വരുന്നില്ല. കർത്താവിനെ രുചിച്ചറിയണം, ആ കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് കർത്താവിൽ വളരണം എന്നുള്ള ആഗ്രഹം വളരെ കുറവാണ്. അവിടുന്ന് സാക്ഷാൽ ദൈവം, ആ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത് സൃഷ്ടി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചും കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന് നമുക്ക് എന്ത് സന്തോഷം വേണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന ആ നാൾ, ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്നാൽ പലരിലും ആ സന്തോഷം കാണുന്നില്ല. നമ്മൾ ചിന്തിക്കുക, ഈ ദിവസങ്ങളിൽ നമ്മൾ എത്ര സമയം നമ്മൾ കർത്താവിനോട് കൂടെ ചിലവഴിക്കാറുണ്ട്? നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് അറിയാനും ആ കർത്താവിനെ അനുഭവിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ അവിടുത്തെ കൂട്ടായ്മയിലായിരിക്കണം. നമ്മളെ പിതാവ് പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു എന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നത്. ആ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ പുത്രനോട് അനുരൂപരായി തീരുകയുള്ളൂ. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരം, ആ രൂപാന്തരം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ആ കൂട്ടായ്മയിൽ വസിക്കുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നാണ് 1 കൊരിന്ത്യർ 6:17 നമ്മൾ വായിക്കുന്നത്. അവനുമായി ഏകാത്മാവാകുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് കർത്താവിനോടുള്ള സംഭാഷണം, കർത്താവിനെ കേൾക്കുന്നതും ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നതും എത്ര അനുഗ്രഹമാണ്. അപ്പോൾ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുക, നമ്മുടെ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാൻ. ആ കർത്താവിൽ തന്നെ പിന്നെ ആസാവ് പറയുമ്പോൾ 73:28 73 പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, സങ്കീർത്തനം. അപ്പോൾ അതിൻ്റെ 28-ാം വാക്യം വായിക്കുന്നത്, ദൈവത്തിന് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലതെന്ന്. ദൈവത്തിന് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. അപ്പോൾ ഇന്നും നമുക്ക് ആ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുത്രനാം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. അവിടുത്തെ നാമങ്ങളിലൂടെ അത് താൻ ദൈവമാണെന്ന് ആ നാമങ്ങൾ വെളിപ്പെടുത്തുന്നു. പിന്നെ ദൈവത്തിന് മാത്രമുള്ള ഗുണം, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഈ ഗുണങ്ങൾ ഒരിക്കലും മറ്റാർക്കും കൈമാറാൻ പറ്റുകയില്ല. അപ്പം ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾക്കൊക്കെ നമ്മളെ ദൈവം കൂട്ടാളിയാക്കി. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നമ്മൾ സൽഗുണപൂർണരാകുവിൻ. അതിലൊക്കെ നമുക്ക് വളരാൻ പറ്റും. എന്നാൽ നമ്മൾക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ഈ 3 ദിവ്യ ഗുണങ്ങൾ, ദൈവത്തിൻ്റെ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഈ കാര്യങ്ങൾ ഒരിക്കലും കൈമാറാനായിട്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് അവിടുന്ന് സർവശക്തനായ ദൈവമാണ് എന്ന് നമ്മൾ കണ്ടു. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവ് സർവവ്യാപിയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. അപ്പോൾ വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ പ്രിയമുള്ളവരെ? ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടി വരുന്ന ഈ സമയത്ത് തന്നെ ലോകത്ത് എത്രയോ ഭാഗങ്ങളിൽ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല.
കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങൾ കൂടി വന്നിരിക്കുന്നു. കർത്താവ് ജനത്തെ കൂട്ടി വരുത്തിയിരിക്കുന്നു. അവിടെ എല്ലാം മധ്യത്തിൽ കർത്താവുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവം. ഒരേ സമയത്ത് തന്നെ എല്ലായിടത്തും ആയിരിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതെത്ര മഹത്വപൂർണമായ കാര്യമാണ്. അപ്പം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഓരോരുത്തരും വസിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം കൊളോസ്യർ 1:27 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും കർത്താവ് വസിക്കുന്നു. അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരിലും വ്യക്തിപരമായിട്ട് വസിക്കാൻ കഴിയുന്നു. കൂടി വരുമ്പോൾ നമ്മളുടെ മധ്യത്തിൽ കർത്താവുണ്ട്. കൂടിവരവുകളെല്ലാം അത് ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ ദൈവത്തിൻ്റെ വാസമുണ്ട്. എത്ര വിലപ്പെട്ട കാര്യമല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഓരോ വ്യക്തികളെ പോലും ദൈവം തൻ്റെ ആലയമാക്കി മാറ്റിയിരിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ആലയമായി. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. അപ്പോൾ വിശുദ്ധീകരണത്തിലും നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ടുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നോക്കണം. അപ്പോൾ അവിടുത്തെ ദിവ്യ സ്വഭാവങ്ങൾ, സ്നേഹം, ദയ, കരുണ, മനസ്സലിവ്, ഇങ്ങനെയുള്ള ദിവ്യ സ്വഭാവങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീർന്നിരിക്കുന്നു. 2 പത്രോസ് 1:4 നമ്മളതാ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് സർവ്വവ്യാപിയായ കർത്താവാണ്. ഇതേ കാര്യം തന്നെ നമുക്കറിയാം. നമ്മൾ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതിന് 20-ാം വാക്യം പറയുന്നത്, ഞാനോ യുഗാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ എവിടെയെല്ലാം ദൈവത്തിൻ്റെ ജനമുണ്ടോ അവരോട് കൂടെ എല്ലാം കർത്താവ് വസിക്കുന്നു. അതെങ്ങനെ വസിക്കാൻ കഴിയുക? അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവമായതുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് സർവ്വവ്യാപി. നമ്മൾ യോഹന്നാൻ 3:13 വായിക്കുന്നുണ്ട്. അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അതേ സമയത്ത്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അവിടെ വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ താൻ ഈ ലോകത്തിലായിരിക്കുമ്പോഴും എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ചിന്തിക്കുക, എത്ര വലിയ കാര്യമല്ലേ? ഈ സാമാന്യ നിലയിൽ മാത്രമല്ല, കർത്താവ് പറഞ്ഞ ഒരു വിലപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മൾ യോഹന്നാൻ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലാണ്. യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അത് വളരെ വിലപ്പെട്ട ഒരു വാക്യം തന്നെയാണ്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും എന്ന് പറയാൻ ഒരേ സമയം തന്നെ കർത്താവ് പിതാവിലുമാണ് നമ്മിലുമാണ്. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമല്ലേ? ഇതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയുള്ളൂ. സാമാന്യ നമ്മുടെ ബുദ്ധിയിൽ, മാനസികമായ ബുദ്ധിയിലൊക്കെ ഇത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങൾ. കാരണം ഇതൊക്കെ ആത്മീയ കാര്യങ്ങളാണ്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവമാണെന്നാണ്. നമ്മുടെ കർത്താവ് സർവ്വവ്യാപിയായ ദൈവമാണ്. ഒപ്പം തന്നെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാൻ കഴിയും. അവിടുന്ന് നിത്യനാണ്. ചിലർ പറയാറുണ്ട് അവിടുന്ന് സ്വയംഭൂവാണ്. അങ്ങനെയൊക്കെ പറയാൻ തെറ്റാണ്. അവിടെയും ഒരു ഉത്ഭവം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ദൈവം നിത്യനാണ്. നമ്മൾ ഈ യോഹന്നാൻ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യതയെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് താൻ
സകലത്തിലും മുൻപേ ഉള്ളവൻ. നമ്മൾ ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൊളോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. എന്താണ്? അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, ഉണ്ടായവനല്ല, സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു നല്ല അറിവ് നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി, നമ്മുടെ കർത്താവിന് പ്രവചന ഭാഷയിൽ യെശയ്യാവ് പറയുമ്പോൾ യെശയ്യാവ് 9:6 നിത്യപിതാവ്, നിത്യപിതാവ് എന്ന് പറയുമ്പോൾ എന്നേക്കുമുള്ള പിതാവെന്ന്. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ മാത്രമല്ല, കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥന നമുക്കറിയാം. കർത്താവിൻ്റെ പ്രാർത്ഥന എന്നുള്ളത് യോഹന്നാൻ 17-ാം അധ്യായമാണ്. ആ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ താൻ പിതാവിനോട് പറയുമ്പോൾ പറയുന്നത്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നോക്കണം, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പം ഈ ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ, ഒരു രീതിയിൽ പറഞ്ഞാൽ അവിടത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റമില്ല, അവിടുന്ന് ഉണ്ടായിരുന്നവനാണ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചായിരുന്നല്ലോ, ആൽഫയും ഒമേഗയും എന്നുള്ള കാര്യം. വെളിപ്പാട് 1:8 അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അപ്പോൾ അത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ, അവിടത്തേക്ക് മുമ്പ് ആരുമില്ല, അവിടത്തേക്ക് ശേഷവും ആരും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിൽ അവിടുന്ന് നിത്യനാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് മനുഷ്യന് മനസ്സിലാകത്തക്ക നിലയിലുള്ള ഒരു പ്രയോഗമാണ്. മാത്രമല്ല, നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ പ്രയോഗം, എബ്രായർ 13:8 അവിടെ വായിക്കുന്നത്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഉണ്ടോ? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതേ എബ്രായർ 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയം ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നീയോ അനന്യൻ. ആ പ്രയോഗങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് നിത്യനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ ഈ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ യഹൂദന്മാർ കർത്താവിനോട് ഇത്രമാത്രം വിഘടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം കർത്താവിൻ്റെ സംഭാഷണങ്ങളിലെല്ലാം താൻ ദൈവമാണ് എന്നുള്ള ആ പ്രസ്താവനയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പം ദൈവം സ്വന്തം പിതാവെന്ന് പറയുമ്പോൾ പിതാവിനെ അയച്ചു, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ യഹൂദന്മാർക്ക് ഒട്ടും ദഹിക്കുന്നില്ലായിരുന്നു. നീ മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കിയെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ അതേ യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോഴും, യോഹന്നാൻ 10-ന്റെ 33-ാം വാക്യം, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കണ്ടോ അവർ പറയുന്നത്? യഹൂദന്മാർ അവനോട്, 10-ാം അധ്യായം യോഹന്നാൻ 10-ന്റെ 33-ാം വാക്യമാണ്, യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും. അപ്പം നീ പറയുന്നത് ദൈവദൂഷണമാണ്. കാരണം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് അത്രേ. നോക്കുക, അപ്പോൾ കർത്താവിൻ്റെ ചിലർ പറയുന്നത് കർത്താവ് താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ സംഭാഷണങ്ങളെല്ലാം തൻ്റെ പ്രവൃത്തികളെല്ലാം താൻ ദൈവമാണെന്ന് തെളിയിക്കുന്നവയല്ലേ.
ഏ അല്ലെ? മനുഷ്യൻ്റെ ആ അറിവില്ലായ്മയിൽ അവൻ്റെ ആ ലോകപരമായ ബുദ്ധിയിൽ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എത്ര വൈകൃതമാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ അവരെല്ലാവരും കർത്താവിനെ ഈ നിലയിൽ ദുഷിക്കുവാൻ കാരണം യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള തൻ്റെ പ്രസ്താവനകളാണ്. മറ്റൊന്ന് നമുക്കറിയാം, ദൈവം മാത്രമാണ് ഏക പരിശുദ്ധൻ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജഡത്തിൽ വസിക്കുമ്പോൾ അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ചിലർ പറയാറുണ്ട്, താൻ ജഡത്തിലായിരുന്നപ്പോൾ വേണമെങ്കിൽ തനിക്ക് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന ചിലരുണ്ട്. അവരുടെ അറിവില്ലായ്മയാണ്. ഒരിക്കലും തനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ ന്യായവിസ്താരം നടത്തിയ പീലാത്തോസ് തുടർമാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കണം, അദ്ദേഹം ഒരു ഗവർണറാണ്, വളരെ പണ്ഡിതനായ മനുഷ്യനാണ്. താൻ കർത്താവിനെ ന്യായം വിസ്താരം നടത്തുമ്പോൾ തുടർമാനമായി പറയുന്നൊരു കാര്യം, നമ്മൾ യോഹന്നാൻ 18:38 നമ്മളതൊക്കെ ചിന്തിച്ചതാ. എങ്കിലും അവിടെ 38 പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു വന്നു ചെന്ന് അവനോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നോക്കുക, അപ്പോൾ പീലാത്തോസിന് കർത്താവിനെ ഏതെല്ലാം നിലയിൽ പരിശോധിച്ചിട്ടും ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. അതേ കാര്യം അതിൻ്റെ 19 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. നോക്കുക, മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. നോക്കാം, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല. കുറ്റമില്ലാത്തവരെ ശിക്ഷിക്കുവാൻ വ്യവസ്ഥയില്ല. എന്നാൽ ഇവിടെ യഹൂദന്മാർ ആവശ്യപ്പെടുന്നത് മുഴുവനും ക്രൂശിക്കുക ക്രൂശിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ്. ചിന്തിക്കണം ദൈവമക്കളെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രായശ്ചിത്ത ബലിയാകുവാൻ കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് നമ്മൾ അറിയണ്ടേ? അവിടുന്ന് അവിടെ നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കര്യോത്ത യൂദായുടെ വാക്കുകൾ വളരെ പ്രസിദ്ധമല്ലേ? മത്തായി 27:4 ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് ഇസ്കര്യോത്ത യൂദാവ് പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് സാക്ഷ്യം പറയുക. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ നോക്കുക, ചിന്തിക്കുക പറയുള്ളേ. മഹാപുരോഹിതന്മാർ കർത്താവിൽ കുറ്റം കണ്ടില്ല. അന്നാവും കയ്യവാവും കണ്ടില്ല, ഹെരോദാവ് കണ്ടില്ല. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു അവൻ നീതിമാനാ. കർത്താവിൻ്റെ ആ മരണത്തെ കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ പറഞ്ഞു അവൻ നീതിമാനാ. നോക്കണം, അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കർത്താവ് പാവമില്ലാത്ത പാപരഹിതനായ ഒരു വ്യക്തിയാണ്. കർത്താവ് തന്നെ ഒരിക്കൽ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യം, അത് വളരെ ഗാംഭീര്യമായ ഒരു ചോദ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8:46 നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? നോക്കുക, എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ചലഞ്ച് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? അപ്പോൾ നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് കർത്താവിൽ ഒരു കുറവും, നോക്കുക, താൻ പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ താൻ കുറ്റമറ്റവനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറ്റമറ്റ ഒരു വ്യക്തിക്ക് മാത്രമേ ഭാവികളായ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ അത് ലോകം തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയൊരു കർത്താവാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്, ദൈവം പ്രസാദിക്കുന്ന യാഗം. നമ്മളെല്ലാം വീണ്ടെടുക്കുവാൻ, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ
നമ്മുടെ കർത്താവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമായിരുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും മാത്രമല്ല, കർത്താവ് തന്നെ യോഹന്നാൻ 15-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ 15-ന്റെ-24 അവിടെ വായിക്കുന്നത് എന്താണ്? മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടത് തന്നെ. നോക്കുക, കർത്താവ് ചെയ്തതുപോലെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുക, ഭൂതബാധിതർക്ക് സൗഖ്യം കൊടുക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, പാപികൾക്ക് പാപക്ഷമ കൊടുക്കുക. നോക്കുക, കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തികളും അത് ദൈവത്തിന് മാത്രം. ജന്മനാ മുടന്തനായവനെ ഒരു വാക്കുകൊണ്ട് അവനെ നടത്തുക, ബലം അവന് കൊടുക്കുക. നോക്കുക, താൻ യഥാർത്ഥത്തിൽ സൃഷ്ടിതാവായ ദൈവം, സാക്ഷാൽ ദൈവം തന്നെയാണെന്ന് തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. എന്നിട്ടും മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. ദൈവം വെളിപ്പെടുത്താതെ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നതും ജീവിച്ചതും മരിച്ചതും ഒക്കെ ഭാവികളായി നമ്മളെ രക്ഷിപ്പാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ജനം മനസ്സിലാക്കരുതെന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് പറയാൻ കാരണം ഈ രക്ഷാദൂതിൻ്റെ തേജസ് അവർക്ക് പ്രകാശിക്കാൻ പാടില്ല. അവർ ഈ രക്ഷകന്റെ അടുക്കിലേക്ക് വരാൻ പാടില്ല. ഇതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രം ഏദൻ തോട്ടത്തിൽ പാപമുണ്ടായപ്പോൾ തന്നെ ദൈവം അവിടെ വന്ന് പിശാചിനോട് പറഞ്ഞ എന്തുവാ? അത് ഒന്നാമത്തെ ഒരു ന്യായവിധി പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു മുന്നറിയിപ്പാണ്. 3:15 എന്താണ് പറയുന്നത്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ആ പ്രവചന നിവൃത്തിയല്ലേ കാലത്തികമെങ്കിൽ ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷം സമയം പൂർണ്ണമായപ്പോൾ ഗലാത്യർ 4:4 വായിക്കുന്ന പോലെ സ്ത്രീയുടെ സന്തതിയായി അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചു. ഈ ലോകത്തിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച ഒരേ ഒരുവൻ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതും പ്രവചന നിവൃത്തിയായിട്ട് തന്നെ. കർത്താവ് ജനിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് എവിടെ ജനിക്കും എന്ന് മീഖാ പ്രവചനത്തിലൂടെ മീഖാ 5:2 അത് ബെത്ലഹേമിലായിരിക്കും. നോക്കുക, കൃത്യതയോടുകൂടി എങ്ങനെ ജനിക്കും? ഒരു കന്യകയിലൂടെ. അവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം വിവാഹ നിശ്ചയം ചെയ്ത കന്യകയെന്നാണ്. നോക്കുക, കൃത്യമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയായ മറിയത്തിലൂടെ കർത്താവ് ഈ ലോകത്തിൽ യാതനായി എന്നുള്ളത് തിരുവെഴുത്തുകളുടെ ഓരോ കാര്യങ്ങൾക്കും എത്ര ഇതുണ്ട്, ആഴമുണ്ട്. നമ്മൾ ചിന്തിക്കണം. നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്ന യഥാർത്ഥ രക്ഷകൻ, യഥാർത്ഥ ദൈവം. അപ്പം അവിടെ കുറിച്ച് പറയുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനം ജഡമായി തീർന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 3-4 വാക്യത്തിൽ വചനം പറയുന്നതിനാണ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു ശരിയായ ബോധ്യം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. കർത്താവിന് വേണ്ടിയുള്ള ഹൃദയംഗമായ വാഞ്ച, സാക്ഷാൽ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നുള്ള ബോധ്യം, അത് നമുക്കുണ്ടായിരിക്കണം. ആ കർത്താവ് എങ്ങനെയുള്ള കർത്താവാണ്? നമ്മളെ അറിയുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന
ഒരു നല്ല കർത്താവ്. ആ കർത്താവിലായിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ കഴിയുന്നൊരു കാര്യമല്ല, കൃപയാൽ. അപ്പോൾ ഈ വചനം കേൾക്കുന്നവർ വിശ്വസിക്കുന്നത് തന്നെ വലിയൊരു കൃപയാണ്. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ദൈവത്തിൻ്റെ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കൂ. ദൈവവചനമായി കൈക്കൊള്ളുമ്പോൾ ആ വ്യക്തി ക്രിസ്ത്യാനിരൂപനായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ കൂട്ടായ്മയ്ക്കും വരുമ്പോൾ ഞാൻ ഈ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം എന്ന് പറയുമ്പോൾ യോഹന്നാൻ 6:63 പ്രകാരം അത് ആത്മാവും ജീവനുമാണ്. അപ്പം ആത്മാവും ജീവനുമാകുന്ന ദൈവത്തിൻ്റെ വചനം, നമുക്ക് വീണ്ടും ജന്മം തന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ഓരോ ദിവസവും ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ആത്മീയ ഭക്ഷണമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് നമ്മൾ ഓരോ ദിവസവും ഈ നിലയിൽ പ്രാപിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, കർത്താവിനെ കൂടുതലായി അറിയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എപ്പോഴുമുള്ള ലക്ഷ്യം. നമ്മൾ എത്രയെല്ലാം കർത്താവിനെ അറിഞ്ഞാലും നമുക്ക് വളരെ പരിമിതമായ ഒരു അറിവ് മാത്രമേ നമുക്ക് ലഭിക്കൂ. എന്നാൽ കർത്താവിനെ അറിയും തോറും നമുക്ക് ഈ ലോക സ്നേഹത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയും. യഥാർത്ഥ ഉപ്പുള്ളവരായിരിക്കാൻ കഴിയും. ശരിക്കും വെളിച്ചം കൊടുക്കുന്നവരായി ജീവിക്കാൻ കഴിയും. ഈ ഉപ്പിന് കാരമില്ലാതെ പോകുന്നത് എപ്പോഴാണ്? അതിൽ ലോകം കിടക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ കാരമില്ലാത്തവരാകാതെ സൂക്ഷിക്കണം. നല്ല കാരമുള്ളവരായിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായ വേർപാടിൽ നമ്മൾ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ യഥാർത്ഥ സത്യദൈവത്തെ, കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്നുള്ള, അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ് മുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവിക ത്രിത്വം, ത്രിയേക ദൈവം. ഇതും വളരെ പ്രയാസമുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സ്വല്പം കഠിനമേറിയ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ദൈവാത്മാവ് ആ കാര്യം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായല്ലോ, നമ്മുടെ കർത്താവ് അവിടുന്ന് സർവശക്തനാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുന്ന് സർവജ്ഞാനിയാണ്. അവിടുന്ന് അറിയാത്തതായിട്ടൊന്നുമില്ല. അവിടുന്ന് സർവ്വവ്യാപിയാണ്. അവിടുന്ന് എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർക്കുന്നു. എവിടെയെല്ലാം ദൈവം കൂടി വരുന്നു അവിടെയെല്ലാം കർത്താവുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടു, അവിടുന്ന് നിത്യനാണ്. അവിടത്തേക്ക് മാറ്റമില്ല. അവിടുന്ന് ഏക പരിശുദ്ധനാണ്. അപ്പം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ കർത്താവ് സഹായിക്കട്ടെ, കൂടുതലായി നമ്മുടെ കർത്താവിനെ അറിയുവാനും ആ കർത്താവിൽ തന്നെ വസിപ്പാൻ, ആ കർത്താവിൽ തന്നെ കാണപ്പെടുവാൻ എല്ലാവർക്കും കർത്താവ് ഇടയാകട്ടെ. നിശ്ചയമായും രക്ഷാനിർണയമുള്ളവർ എപ്പോഴും കർത്താവിലായിരിക്കണം. കർത്താവിൽ തന്നെ വസിക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരുക്കമുള്ളവരായിരിക്കാൻ സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.